നമസ്കാരം. ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും അധ്യാപകരൊക്കെ മാറേണ്ട മനുഷ്യരാശിക്ക് മുഴുവൻ ഗുണം ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ: അല മുഹമ്മദ് ബഹ്ജത്ത് അൽ അസദ്, മുഹമ്മദ് ബഹ്ജത്ത്. നടി അനാർക്കലി മരക്കാരുടെ അമ്മയാണ്. അവരൊരു സാമൂഹിക പ്രവർത്തകയാണ്, പൊതുപ്രവർത്തകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ലാലി എന്നാണ് അവരുടെ പേര്. അവർ വല്ലാതെ നിന്നങ്ങ് തേങ്ങിക്കരയുകയാണ്. കുറച്ച് നാൾ മുമ്പത്തെ വീഡിയോ ആണ്. എന്തിനായിരിക്കും അവർ കരഞ്ഞത്? കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ അവിടെ ഒരു ആശുപത്രി കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പാകിസ്ഥാൻ മിസൈലും ബോംബുകളും മറ്റും വർഷിക്കുന്നു. 400 പേർ കൊല്ലപ്പെടുന്നു, 250 പേർക്കോളം പരിക്ക് പറ്റുന്നു. ആ കൊല്ലപ്പെട്ടവരിൽ രോഗികളുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്. അതൊക്കെ ഓർത്തിട്ടാണോ അവർ കരഞ്ഞത്? അതിൽ മരണപ്പെട്ട കുട്ടികളെ ഓർത്തിട്ടാണോ കരഞ്ഞത്? അല്ല. പിന്നെയോ? ഇറാൻ ഭരണകൂടത്തിനെതിരെ അവിടെയുള്ള ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയപ്പോൾ 10,000-കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവിടുത്തെ മതഭരണകൂടം പോലീസിനെ വെച്ചിട്ട് കൊന്നു തള്ളി. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്. അതിൽ മരണപ്പെട്ട കുട്ടികളുടെ പേര് പറഞ്ഞുകൊണ്ടാണോ ഇവർ കരഞ്ഞത്? അല്ല. പിന്നെയോ? അതിനു മുമ്പ് പലസ്തീനിലെ ഗാസയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേര് വായിച്ചുകൊണ്ടാണ് അവർ കരഞ്ഞത്. എന്തായിരുന്നു അത് സംഭവം? 2023 ഒക്ടോബർ 8-ാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസും കൂട്ടരും കാണിച്ച തെമ്മാടിത്തരത്തിന് തിരിച്ചടിയായിട്ട് ഇസ്രായേൽ ഇങ്ങോട്ടേക്ക് കടന്നു കയറി ആക്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേര് പറഞ്ഞിട്ടാണ് ഇവർ ഈ കരഞ്ഞത്. ഇതിൽ എവിടെയാണ് മാനവികത? അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ പാകിസ്ഥാൻകാർ ബോംബിട്ട് 400 പരം ആളുകളെ കൊന്നു തള്ളിയപ്പോൾ അവർക്കൊരു വേദനയും തോന്നിയില്ലേ? ഇറാൻ ഭരണകൂടം സ്വന്തം ആളുകളെ കൊന്നു തള്ളിയപ്പോൾ അവർക്കൊരു വേദനയും തോന്നിയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും ഞമ്മൻ്റെ കൂട്ടരാണ്. കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും ഞമ്മൻ്റെ കൂട്ടരാണ്. അവിടെ നമുക്ക് വേദനയൊന്നും തോന്നില്ല. എന്നാൽ ഇസ്രായേലിൻ്റെ ഗസയുടെയും കാര്യത്തിൽ അങ്ങനെയല്ല. ഗസയിൽ നിന്ന് ഹമാസ് അങ്ങോട്ട് കയറി ചൊറഞ്ഞതാണെങ്കിലും ഇസ്രായേൽ തിരിച്ചിങ്ങോട്ട് കയറി തിരിച്ചടിക്കാൻ പാടില്ല. അങ്ങനെ തിരിച്ചടിച്ചപ്പോൾ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേര് വെച്ചിട്ടാണ് കരഞ്ഞത്. ഇതിന് മാനവികത എന്നല്ല പറയുന്നത്, ഇതിന് പച്ച മലയാളത്തിൽ മതവർഗീയത എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് വർഗീയത. ഈ വർഗീയത കൊണ്ട് കരഞ്ഞാൽ ഈ കരയുന്ന നിങ്ങളെ കണ്ട് ആളുകൾ നിങ്ങളെ ട്രോൾ ചെയ്യും. ഒരിക്കലും ഇതിനകത്ത് മാനവികത ആളുകൾ കാണില്ല. നിങ്ങൾ കപടരാണ്, നിങ്ങൾ ഇരട്ടത്താപ്പുകാരാണ്, നിങ്ങൾ ഇരവാദം മുഴക്കുന്നവരാണ്. കുറച്ചുകൂടി സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ ഗാസയിൽ ഇതേപോലെ കൊല്ലപ്പെടുന്ന കുട്ടികളെ ഓർത്ത് അവിടുത്തെ മാതാപിതാക്കൾ കരയാറില്ല. കാരണം എങ്ങനെ കൊല്ലപ്പെട്ടാലും, അതൊരു കാഫിറിനോടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ തങ്ങൾക്ക് സ്വർഗവും ഹൂറികളും കിട്ടും എന്ന ആ കടുത്ത വിശ്വാസമായിട്ട് ജീവിക്കുന്നവരാണവർ. അവരതിൽ ആഹ്ലാദിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കരയുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ലോകത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, ഇരവാദം മുഴക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവിടെ അവർ പെറ്റുകൂട്ടുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. ജൂതന് നേരെ യുദ്ധത്തിന് പോവുക, കൊല്ലുക, കൊല്ലപ്പെടുക, ഇതല്ലാതെ മറ്റൊരു ഉദ്ദേശം അവിടെയുള്ളവർക്കില്ല. അപ്പോൾ അവിടെ അവരുടെ കുട്ടികൾ കൊല്ലപ്പെട്ടാലും ഇവിടെ ഈ ലാലി കടന്ന് കരയുന്ന പോലെ അവർ കരയില്ല. കരയുന്നത് മുഴുവൻ ഫോട്ടോഷൂട്ടാണ്, ലോകത്തിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ലാലിയെ പോലെ ഉള്ളവർ ഇവിടെ കിടന്ന് കരയുമ്പോഴും അതും ഫോട്ടോഷൂട്ടാണ്, അതും ഇരവാദം മുഴക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇതേ ആത്മാർത്ഥതയോടെ കാബൂളിനെ ഓർത്ത് കരയണം, നിങ്ങൾ ഇതേ ആത്മാർത്ഥതയോടെ ഇറാനെ ഓർത്ത് കരയണം. ഇതൊന്നും ഉണ്ടാവുന്നില്ല. യമനിൽ ഇത് തന്നെ സംഭവിക്കുന്നു, സിറിയയിൽ ഇത് തന്നെ സംഭവിക്കുന്നു. അവിടെ കൊല്ലപ്പെടുന്ന കുട്ടികളെ ഓർത്ത് നിങ്ങൾക്ക് ഒരു തുള്ളി കണ്ണീർ പോലും വരുന്നില്ല എങ്കിൽ നിങ്ങളെക്കാൾ വലിയ വർഗീയവാദികൾ വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ലാലി അനാർക്കലി മരക്കാരുടെ അമ്മയോട് തന്നെയാണിത് പറഞ്ഞത്. നിങ്ങളൊക്കെ നല്ല കറ തീർന്ന വർഗീയവാദികൾ തന്നെയാണ്, അക്കാര്യത്തിലൊരു സംശയം വേണ്ട. അല്ല എന്ന് തെളിയിക്കണമെങ്കിൽ കാബൂളിൽ കൊല്ലപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഇതേപോലെ ഒന്ന് കരഞ്ഞു കാണിക്കുക. അപ്പോൾ അഭിപ്രായം ഞങ്ങളും തിരുത്താം.